വേൾഡ് വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആശപൂർണ ദേബി എഴുതിയ മാച്ച് ബോക്സ് എന്ന വർക്കാണ്. ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ആശപൂർണ ദേബിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ആശപൂർണ ദേബി ഈസ് എ പ്രൊമിനൻറ്റ് ബംഗാളി നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്, വൈഡ്ലി ഹോണർഡ് വിത്ത് എ നമ്പർ ഓഫ് പ്രൈസസ് ആൻഡ് അവാർഡ്സ്. ഒരുപാട് അവാർഡ്സും പ്രൈസസും ഒക്കെ ലഭിച്ച ബംഗാളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു റൈറ്ററാണ് ആശപൂർണ ദേബി. ഷി വാസ് അവാർഡഡ് ദ ജ്ഞാനപീഠ് അവാർഡ് ആൻഡ് ദ പത്മശ്രീ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1976. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർക്ക് ജ്ഞാനപീഠ് അവാർഡും പത്മശ്രീ അവാർഡും നൽകിയിട്ടുണ്ട്. ആൻഡ് ദ ഡിഗ്രി ഓഫ് ഡിലിറ്റ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് ജബൽപൂർ, രവീന്ദ്ര ഭാരതി, ബുർദ്വാൻ ആൻഡ് ജദവ്പൂർ. അവർക്ക് ജദവ്പൂർ, ബുർദ്വാൻ, ഭാരതി, ജബൽപൂർ എന്നീ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിലിറ്റ് ഡിഗ്രിയും ലഭിച്ചിട്ടുണ്ട്. ഫോർ ഹെർ കോൺട്രിബ്യൂഷൻ ആസ് എ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ദ സാഹിത്യ അക്കാദമി കൺഫർഡ് ഇറ്റ്സ് ഹൈയസ്റ്റ് ഹോണർ, ദ ഫെലോഷിപ്പ്, ഇൻ 1994. അവർ വളരെയധികം ഫേമസ് ആയൊരു നോവലിസ്റ്റ് ആയിരുന്നു. അവരുടെ കോൺട്രിബ്യൂഷൻ, സംഭാവന വളരെയധികം വലുതായിരുന്നു. അവർക്കപ്പോൾ ഒരു ഫെലോഷിപ്പ് 1994 ലഭിച്ചിട്ടുണ്ട്. ദിസ് ഷോർട്ട് സ്റ്റോറി ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസൻജിത് ഗുപ്ത, എ ട്രാൻസ്ലേറ്റർ ആൻഡ് റൈറ്റർ. ട്രാൻസ്ലേറ്ററും റൈറ്ററുമായ പ്രസൻജിത് ഗുപ്ത എന്ന ആളാണ് ബംഗാളി ഭാഷയിലുള്ള ഈ വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് മീൻസ് തീപ്പെട്ടി. ഐ ആൾവേസ് കമ്പയർ വുമൺ ടു മാച്ച് ബോക്സസ്. അപ്പോൾ ആശപൂർണ ദേവി പറയുകയാണ്, ഞാൻ സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യാറുള്ളത്. വൈ, എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ, ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് അഫ്ലെയിം. മാച്ച് ബോക്സിൽ ഒരുപാട് സ്റ്റിക്ക് ഉണ്ട്, അതിന് ഒരുപാട് ഗൺ പൗഡർ ഉണ്ടാവും, അതിന് എന്തിനുള്ള ശേഷിയുണ്ട്? 100 ലങ്കാസിനെ തന്നെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ലങ്കാസ് എന്നുള്ള റെഫറൻസ് ചെയ്യുന്നത് രാമായണ ആൻഡ് ദ സ്റ്റോറി ഓഫ് രാമാസ് ആർമി ഓഫ് മങ്കീസ് ഹൂ സെറ്റ് ഫയർ ടു രാവണാസ് ലങ്ക. രാവണൻ്റെ ലങ്ക രാമൻ്റെ ആർമി നശിപ്പിച്ചതാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ദേ സിറ്റ് അറൗണ്ട് മീ ആൻ ഇന്നോസെൻറ്റ് ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ ദർ എവരിവർ, വുമൺ ടു ആർ എക്സാക്ട്ലി ദ സെയിം. അപ്പോൾ തീപ്പെട്ടി നമുക്ക് എവിടെയൊക്കെ കാണാം? റൂമിലും പാൻട്രിയിലും അവിടെ ഇവിടെയൊക്കെ കാണാം. സ്ത്രീകളും അതുപോലെ തന്നെയാണ് എന്നാണ് ആശപൂർണ ദേവി പറയുന്നത്. യു വാണ്ട് ആൻ എക്സാമ്പിൾ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണോ? ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോർമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. 3 നിലയുള്ള ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് അവർ നമുക്കിവിടെ വിവരിച്ച് തരുന്നത്. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. തുണി അലക്കുന്ന ആൾ വന്നിട്ടുണ്ട്, ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വുമൻസ് ബിഫോർ ഹാൻഡിങ് ഓവർ ഹീപ്പ് ഓഫ് അജിസ് ഡേർട്ടി ക്ലോസ് ടു ദ വാഷർമാൻ, നമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. ഹീപ്പ് മീൻസ് കൂന. അപ്പോൾ അജിത്തിൻ്റെ മുഷിഞ്ഞ തുണികൾ ഒരു കൂനയായി കിടക്കുന്നുണ്ട്. അത് വാഷർമാനിന് കൊടുക്കുന്നതിന് മുന്നേ നമിത ചെക്ക് ചെയ്യുകയാണ്, ആ പോക്കറ്റിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവൾക്കൊരു ലെറ്റർ കിട്ടി. എ ട്വിസ്റ്റഡ് ക്രംബിൾ എൻവലപ്പ് വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ ആൻഡ് ഓൺ ദ എൻവലപ്പ് നമിതാസ് നെയിം. മടക്കി ചുരുണ്ട രീതിയിൽ ഒരു ലെറ്റർ അവൾക്ക് കിട്ടി, അതിൽ അവൾ നമിതയുടെ പേര് കണ്ടു. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ആൾ നമിതാസ് നെർവ്സ് ആൻഡ് വൈൻസ്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ദ ഡേറ്റ്. ഗോയിങ് ബൈ ദ ഡേറ്റ് ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days ഏർലിയർ. അപ്പോൾ അവളുടെ പേരിൽ ഒരു ലെറ്റർ കണ്ടപ്പോൾ അവൾക്ക് തീ കത്തുകയാണ്. അവൾ നെർവിലും ഞരമ്പുകളിലൂടെ തീ ആളിക്കത്തുകയാണ്. അവൾക്ക് ആ ക്ലോത്തുകളൊക്കെ അവിടെ നിലത്തിട്ട് അവൾ ബെഡിലിരുന്ന് ആ ലെറ്റർ വായിക്കാൻ തുടങ്ങുകയാണ്. ലെറ്റർ വായിക്കുന്നതിന് മുൻപ് അവൾ ഡേറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ ആ ലെറ്റർ വന്നത് 3 days ഏർലിയർ, 3 ദിവസം മുന്നേ വന്ന ലെറ്ററാണ്. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. അപ്പം പോസ്റ്റ് മാർക്കും ഡേറ്റും അവൾ മാച്ച് ചെയ്ത് നോക്കി. ദാറ്റ് ടു ബിയർ ദ സെയിം വിറ്റ്നസ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ലെറ്റർ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. അജിത് ഹാസ് ഓപ്പൺ ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്, ദെൻ കംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദർ. ഹാസ് നോട്ട് ഫെൽറ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൻ വൺസ് ടു നമിത. അജിത്ത് ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് വായിച്ചിട്ടുണ്ട്, പിന്നെ ചുരുട്ടി കൂട്ടി അവൻ അതിൻ്റെ പോക്കറ്റിലിട്ടു. അവൻ എന്തുപോലും തോന്നിയില്ല ഈവൻ ടു മെൻഷൻ അബൌട്ട് നമിത. നമിതയുടെ ആ ലെറ്ററിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യാൻ പോലും അവന് തോന്നിയില്ല. ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ അപ്പ് ഡ്രോപ്പ് നൗ ബേൺ സ്റ്റീലിംഗ് ഹിസ്സിങ് സൗണ്ട് ഈസ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹെർ മൈൻഡ് സ്ട്രിങ്സ്. അപ്പോൾ അവൾക്കിത് ആലോചിച്ച് ദേഷ്യം വരികയാണ്. അവളുടെ മൈൻഡ് ആകെ കരിഞ്ഞ പോലെ അവൾക്ക് തീ പുകയാണ് അവളുടെ ശരീരം മൊത്തം. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ്സ് എ ഡെലിബറേറ്റ്
അജിത്ത് നേച്ചർ ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്ത് ഇതുപോലെ തന്നെയാണ്, അവനിത് ആദ്യമായിട്ടൊന്നല്ല ചെയ്യുന്നത്. Somehow he's gained possession of the key to the letter box, wishing it through the gaps among the 52 hands of this joint family. And whenever there is a letter with Nomida's name on the envelope, he opens and reads it first, and only then does he give it to her. It is possible that oftentimes he does not give it to her at all. At least that is the suspicion that has taken deep root in Nomida's mind. അപ്പോൾ എന്താണ് പറയുന്നത്, അവർ ഒരു ജോയിൻറ്റ് ഫാമിലി, അതിൽ 52 മെമ്പേഴ്സ് ഉള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ലെറ്റർ ബോക്സിൻ്റെ കീ സൂക്ഷിക്കുന്ന ആൾ അജിത്താണ്. അപ്പോൾ നൊമിതയുടെ നെയിമിലൊരു ലെറ്റർ വന്നാൽ അവൻ അത് പൊട്ടിക്കുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. ചില ടൈമിൽ അവന് നൊമിതനോട് ഇതിന് പറയുകയും ലെറ്റർ കൊടുക്കുകയും ചെയ്യും. ചില ടൈമിൽ അവളോട് ഇതിനെക്കുറിച്ചൊന്നും പറയുക പോലും ചെയ്യില്ല. Even though to this day Ajit cannot truthfully make the claim that he's been able to discover any letter in the slightest degree of suspicious, still this ugly habit of his won't go. അവന് ഇതുവരെ നൊമിതയുടെ ഒരു അവന് ഡൗട്ട് തോന്നുന്ന തരത്തിൽ ഒരു ലെറ്ററും നൊമിതയുടെ കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും അവൻ ഈ ഹാബിറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. നോട്ട് വിത്ത് നൊമിതാസ് ആങ്കർ, നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഒഫൻസ്, നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, ഹെർ ട്രൈയിങ് ടു ഷെയിം ഹിം, സർക്കാസം, നോട്ട് വിത്ത് എനിത്തിങ്. നൊമിത ഇത് തടയാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. അവനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും അവനെ വഴക്ക് പറഞ്ഞ് ചൂടാവൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനിത് നിർത്തിയിട്ടില്ല. ഇഫ് ഷീ മെൻഷൻ ഇറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലോഫ് ഇറ്റ് എവേ. അവൾ ഇതിനെക്കുറിച്ച് അവനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അവനൊന്ന് ചിരിക്കും. ആൻഡ് ഇഫ് ലോട്ടർ ഡസ് നോട്ട് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ ഹീ സ്കോൾസ് ഹെർ. അവൻ്റെ ചിരി ഒന്നിനും ഒരു പരിഹാരമായിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഹീ സ്കോൾസ് ഹെർ. അവന് അവളെ വഴക്ക് പറയും. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ് ദ ലെറ്റർ ത്രൂ. അവൾ പെർഫെക്റ്റായി ഒന്നിരുന്ന ലെറ്റർ വായിക്കാൻ തുടങ്ങി. ഇറ്റ് ഈസ് നത്തിങ് മച്ച് എ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ. അതൊന്നുമല്ല ഒരു ലെറ്റർ ഫ്രം നൊമിതാസ് മദർ. നൊമിതയുടെ അമ്മയുടെ അടുത്ത് നിന്നുള്ള ലെറ്റർ ആയിരുന്നു. ഇറ്റ് ഈസ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. ദ ഗുഡ് വുമൺ ഹാസ് വൺസ് അഗൈൻ പ്ലേസ്ഡ് ഓൺ ദ റെക്കോർഡ് ദ ന്യൂസ് ഓഫ് ഹെർ വേരിയസ് ഹാർഡ്ഷിപ്സ് ആൻഡ് കംപ്ലൈൻറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted, therefore, etc. അപ്പോൾ കത്തിൽ എന്താണ് അമ്മ പറയുന്നത്, അമ്മ അവരുടെ പതറ്റിക്കായ ഒരു സ്റ്റേറ്റ്, അവരുടെ അവസ്ഥയെക്കുറിച്ച്, കഷ്ടപ്പാടിനെക്കുറിച്ചും അവരുടെ ദൗർഭാഗ്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ വീടിൻ്റെ റൂമിൻ്റെ സീലിംഗ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം അരുവി പോലെയാണ് റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതിൽ കിടന്ന് അമ്മ മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് അമ്മ പറയുന്നത്, ഓഫ് കോഴ്സ് ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ മരിക്കോ ഒന്നുമില്ല. എന്തുകൊണ്ട്, ഹെർ ഡോട്ടർ ഈസ് എ ക്വീൻ. അവരുടെ മകളൊരു രാജകുമാരിയും അവരുടെ ഹെർ സൺ-ഇൻ-ലോ ഹൈ മൈൻഡഡ് ലാർജ് ഹേർട്ടഡ്. അവരുടെ മരുമകനൊരു വളരെ ഹൃദയവിശാലതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു അപകടം സംഭവിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി നൊമിതയുടെ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കുന്നത്. ആൻ ഇൻഡിജൻറ്റ് വിഡോ വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ. ഇൻഡിജൻറ്റ് മീൻസ് ദരിദ്രയായ, വിഡോ മീൻസ് വിധവ. ആൻ ഇൻഡിജൻറ്റ് വിഡോ വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ. ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. But this good lady has never stopped taking credit at the slightest opportunity for her skill in the matter, and she's been finding such opportunities all along. അപ്പോൾ എന്താ പറയുക, നൊമിതയുടെ അമ്മ ഒരു വിധവയാണ്, വളരെ ദരിദ്രയാണ്. അവർക്ക് ഹസ്ബൻഡോ മകനോ ഇല്ല, ആകെ ഉള്ളത് നൊമിത മാത്രമാണ്. നൊമിതയെ വളരെ വെൽത്തി ആയ ഒരു ഫാമിലിക്ക്, നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിലേക്കാണ് കെട്ടിച്ചു വിട്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ട് മാത്രമാണ്, ഓൺലി ബിക്കോസ് ഓഫ് ഹെർ ലുക്സ് അലോൺ. അവൾ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് എന്നെ വെൽത്തി ആയ ഒരു ഫാമിലിയിൽ നിന്ന് കല്യാണാലോചന വന്നത്. അമ്മ എപ്പോഴും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുമായിരുന്നു. അമ്മ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു, എൻ്റെ മകളൊരു വലിയ സമ്പന്നമായ കുടുംബത്തിലേക്കാണ് കയറി ചെന്നിട്ടുള്ളതെന്ന് വളരെ പൊങ്ങച്ചത്തോടെ പറഞ്ഞു നടക്കുമായിരുന്നു. whenever Ajit sees a new letter from Nyomida's mother, he smiles derisively and says, why bother to read that? I will go and fill out a money order form. അപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് ലെറ്റർ വരുമ്പോൾ അജിത്ത് എപ്പോഴും പറയും, അത് വായിച്ചു നോക്കേണ്ട കാര്യമില്ല, അതിൽ
ഞാൻ നേരെ പോയി ഒരു മണി ഓർഡർ ഫില്ല് ചെയ്ത് അയക്കാം എന്ന് കളിയാക്കി പറയുമായിരുന്നു. നമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. ഇത് കേൾക്കുമ്പോൾ നമിതക്ക് വളരെ ഷെയിം ഇൻസൾട്ടും ആയി തോന്നിയിരുന്നു. സോ സം ടൈം എഗോ ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ് നമിത ഫോർബേഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്. അപ്പോൾ നമിത അമ്മയെ വിലക്കിയിരുന്നു. ഫോർബേഡ് മീൻസ് വിലക്കുക. പോസ്റ്റ് കാർഡ്സിൽ ലെറ്റർ എഴുതുന്നത് വിലക്കിയിരുന്നു. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ വുഡ് try to send her a little money, whatever she could pull together in secret. So this was what came of letters in envelopes too. അപ്പോൾ എൻവലപ്പിലൊക്കെ അമ്മ പിന്നെ ലെറ്റർ എഴുതാൻ തുടങ്ങി. അപ്പോൾ അവളാൽ കഴിയുന്ന ഒരു സംഖ്യ രഹസ്യമായി അമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. സഡൻലി നമിതാസ് ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. പെട്ടെന്ന് നമിതക്ക് അവളുടെ അമ്മയോട് വളരെയധികം ദേഷ്യം തോന്നി. വൈ ഡസ് ഷീ കീപ്സ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്. എപ്പോഴും എന്താണ് അവൾ ഇങ്ങനെ, ബെഗ് മീൻസ് യാചിക്കുക, എപ്പോഴും എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നമിതാസ് കീപ് ഹെർ സെൽഫ് റെസ്പെക്ട്, ഹെർ ഡിഗ്നിറ്റി. അവളുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ എന്താണ് അമ്മ സമ്മതിക്കാത്തത്? അമ്മ എപ്പോഴും അവളെ ഷെയിമാക്കുകയാണ് ചെയ്യുന്നത്. നോ ദിസ് ഈസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹർ മദർ ക്ലിയർലി. അപ്പോൾ അവൾ വിചാരിക്കുക അമ്മയോട് ഇപ്രാവശ്യം ക്ലിയർ ആയിട്ട് എഴുതുക തന്നെ വേണം. ഐ കാൺ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. എനിക്കൊന്നും ചെയ്യാൻ ഇനി കഴിയില്ല, എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് അമ്മയ്ക്ക് ലെറ്ററിൽ ക്ലിയർ ആയി എഴുതി വിടണമെന്ന് അവൾ വിചാരിക്കുകയാണ്. റൈറ്റ് ദെൻ അജി സ്റ്റെപ്പ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെഷ്വർലി സൺഡേ ബാത്ത്. നീണ്ടു നിന്ന സൺഡേ ബാത്തിന് ഞായറാഴ്ചയിലെ കുളിക്ക് ശേഷം അജിത്ത് റൂമിലേക്ക് വരികയാണ്. നമിത ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട് സിമ്മറിംഗ് all this while seems to want to dash itself violently against him. Nomida roars out, when did this letter arrive? അപ്പോൾ നമിത ഈ അമ്മയുടെ ലെറ്റർ പറയാത്തതിൻ്റെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അജിത്ത് കുളി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ നമിത അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, വയലൻ്റ് ആയിക്കൊണ്ട്, when did this letter arrive? എപ്പോഴാണ് ഈ ലെറ്റർ വന്നത്? Ajit glances at her obliquely, estimating the magnitude of his error. ഗ്ലാൻസ് മീൻസ് തുറച്ചു നോക്കുക. ഒബ്ലിക്കലും ചെരിഞ്ഞൊന്ന് അജിത്ത് നോക്കി അവന് ചെയ്ത തെറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവ് ഇങ്ങനെ അളക്കുകയായിരുന്നു. അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ് ഹി ഹാഡ് തോട്ട് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു ഗിവ് ദ ലെറ്റർ ടു നമിത. വീണ്ടും പണം അയക്കേണ്ടി വരും. അപ്പോൾ അവൻ എന്ത് ചെയ്യുക, ലെറ്റർ നമിതക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. ഹി വാസ് ഗോയിങ് ടു ടിയർ ഇറ്റ് അപ്പ് ആൻഡ് ത്രോ ഇറ്റ് എവേ. ഹീസ് മാഡ് എ ബിഗ് മിസ്റ്റേക്ക്. അവനത് കീറി പുറത്തേക്ക് വലിച്ചെറിയാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവനത് മറന്നുകൊണ്ട് അവൻ്റെ പോക്കറ്റിലിട്ടു. അവന് വലിയൊരു മിസ്റ്റേക്ക് തന്നെ ചെയ്തു എന്ന് അവൻ ആലോചിക്കുകയാണ്. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ദാറ്റ് ആസ് ദോ ട്രൈ ഹാർഡ് ടു റിമെമ്പർ ഹി സേസ് ലെറ്റർ. അവന് ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് അവനിങ്ങനെ പറയാണ്, ലെറ്ററോ? വാട്ട് ലെറ്റർ? എന്ത് ലെറ്റർ? ഓഹോ യെസ് ഇൻഡീഡ് ദർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. ഐ ജസ്റ്റ് ഹാഡ് നോട്ട് ഗോട്ട് അറൗണ്ട് ടു ഗിവിങ് ഇറ്റ് ടു യു. അപ്പോൾ അങ്ങനെ അവൻ അറിയാത്ത പോലെ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുക. ലെറ്ററോ? എന്ത് ലെറ്റർ? നിൻ്റെ അമ്മയുടെ അവിടെ നിന്ന് ഒരു ലെറ്റർ വന്നിരുന്നു, ഞാൻ നിനക്കത് തരാൻ മറന്നുപോയി എന്ന് പറയാണ്. വൈ ഹാഡിൻ യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വൈ ആൻസർ മീ. വൈ ഹാഡ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? അപ്പോൾ ഞാനത് വായിച്ചു എന്ന് അജിത്ത് പറയുമ്പോൾ എന്തിനാണ് ഞാൻ വായിച്ചത് എന്ന് ചോദിച്ച് നമിത വഴക്ക് പറയാണ്. വാട്ട് എ ന്യൂസെൻസ് അജിത്ത് സേസ്, ഐ വുഡ് ഫോർഗോട്ടൺ വൈ എൽസ്. അപ്പോൾ ന്യൂസെൻസ് മീൻ എന്തൊരു ശല്യമാണെന്ന് പറയാണ് അജിത്ത്. ഞാനത് മറന്നുപോയി എന്ന് പറയാണ്. അല്ലാതെ എന്താ? ലെയർ നമിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്. നമിത ഒരു പാമ്പിനെ പോലെ ചീറ്റുകയാണ്. ലെയർ, കള്ള എന്ന് പറഞ്ഞുകൊണ്ട്. വൈ ആർ സെയിം വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. അപ്പോൾ അജിത്ത് ചോദിക്കുകയാണ്, നിൻ്റെ വായി വന്നതൊന്നും വിളിച്ച് പറയാൻ നിൽക്കരുത്, എന്താ ആളുകൾ മറന്നുപോയില്ലേ എന്ന് ചോദിക്കുകയാണ്. നോ ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? അപ്പോൾ നമിത എന്തുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? ദിസ് ചാർജ് അജിത്ത് ട്രൈ ടു സ്കാറ്റർ വേർഡ്സ്. വാട്ട് ഇഫ് ഐ ഓപ്പൺ മൈ ഔൺ വൈഫ്സ് ലെറ്റർ? അപ്പോൾ അജിത്തിനൊരു മറുപടി ഇല്ലാതെ ഇങ്ങനെ വിൽക്കുകയാണ്. അജിത്ത് പറയാണ്, വാട്ട് ഇഫ് ഐ ഓപ്പൺ ഇറ്റ്? ഞാനത് വായിച്ചു നോക്കിയാൽ എന്താണ് സംഭവിക്കുക? എൻ്റെ സ്വന്തം ഭാര്യയുടെ ലെറ്റർ തന്നെയല്ലേ എന്ന് പറയുകയാണ്. ബി ക്വൈറ്റ് ഐ ടെൽ യു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റർ? ഹാവ് നോട്ട് ഐ ടോൾഡ് യു 1000 ടൈം നോട്ട് ടു? അപ്പോൾ ശാന്തന പറഞ്ഞുകൊണ്ട് നമിത പറയുകയാണ്, നിന്നോടൊരു 1000 തവണ പറഞ്ഞിട്ടില്ലേ ഞാൻ എനിക്ക് വരുന്ന ലെറ്റർ വായിച്ചു നോക്കല്ലേ എന്ന്. അജിത്ത് ഡസ് നോട്ട് ഫിയർ നമിതാസ് ആങ്കർ. പക്ഷെ അജിത്തിന് അവളുടെ ഈ ദേഷ്യം കാണുമ്പോൾ ഒരു പേടിയും തോന്നുന്നില്ല. ഹി ഫിയേഴ്സ് എ റോ സോ ഹി സ്മൈൽസ് ആൻഡ് അഫക്റ്റഡ് സ്മൈൽ ആൻഡ് സേസ്. പിന്നെ അങ്ങനെ അവർ ഭയം വരാൻ തുടങ്ങി. അപ്പോൾ അവനിങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഫ് യു ആർ ഫോർവേഡിങ് ഇറ്റ് ദെൻ ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് സംതിങ്. ഷുഡിൻറ്റ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്? അജിത്ത് പറയാണ്, അപ്പോൾ നീ എന്നോട് അത് വിലക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിലൊരു കാര്യം ഉണ്ടാവും. നിനക്ക് വല്ല ലവ് ലെറ്റേഴ്സും വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ എന്ന്
അജിത്ത് പറയുകയാണ് സ്റ്റോപ്പ് ഇറ്റ് വാട്ട് എ കോമൺ വൾഗർ യു മാൻ ആർ, നീ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് നമിത വീണ്ടും വയലൻ്റ് ആയി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ദിസ് ഇറ്റ് ഈസ് നോട്ട് എ പോസിബിൾ ഫോർ അജിത്ത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. അപ്പോൾ അജിത്തിന് അവളുടെ ഈ ദേഷ്യം കണ്ടപ്പോൾ അവൻ്റെ ആ സ്മൈല്, ആ ഫേക്കായ സ്മൈൽ നീട്ടിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. അവന് കാര്യത്തിൽ സീരിയസ്നെസ് മനസ്സിലാവുകയാണ്. നൗ ഹീ ടു പിക്ക് അപ്പ് ദ പോയ്സണഡ് നൈഫ്. അപ്പോൾ അവന് തിരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവളുടെ ദേഷ്യം കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന് തന്നെ ആ ചിരിയൊക്കെ നിർത്തി അവൻ തിരിച്ചും ചൂടാവാൻ തുടങ്ങി. ഹി സേസ് ഐ ദാറ്റ് സോ ദോസ് ഹൂ വൈൻ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔട്ട് ദെയർ പാംസ് ടു ദെയർ സൺ ഇൻ ലോ ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കം എ ക്യൂൻ ആൻഡ് സോ. അപ്പോൾ അവന് വളരെ ബാഡായിട്ട് തന്നെ നൊമിതയോട് ബിഹേവ് ചെയ്യാണ്. നൊമിതയോട് പറയാണ് നീ ഒരു ഡഗ് പിക്കർ, ചാണകം പെറുക്കിയുടെ മകളാണ്, നീ നിന്റെ കൈ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഹൈ ക്ലാസ് ഫാമിലിയിലേക്കാണ്, നല്ല വെൽത്തി ആയ ഫാമിലിയിലേക്ക് നിന്നെ കെട്ടിച്ച് വിട്ടിട്ട് പിന്നെ നിങ്ങളെങ്ങനെ ഹൈ ക്ലാസ് ആവുക, നിന്റെ ഫാദർ ഒരു ഡങ് പിക്കർ ആണെന്ന് പറയുകയാണ്. ഷട്ടപ്പ് നൊമിത എൽസ് മീൻസ് ആക്രോശിക്കുക. നൊമിത ഷട്ടപ്പ് എന്ന് പറഞ്ഞ നൊമിത അജിത്തിനോട് ചൂടാൻ തുടങ്ങി. ദർ റൂംസ് ഓൺ ദ തേർഡ് ഫ്ലോർ ദാറ്റ് ഈസ് ബ്ലെസ്സിങ്, അതർവൈസ് വിത്ത് ദാറ്റ് സ്ക്രീം എവരി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. അവരുടെ റൂം 3ാമത്തെ നിലയിലാണ്. അതൊരു വളരെയധികം വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ അലർച്ച എല്ലാവരും കേൾക്കുമായിരുന്നു. ഷട്ടപ്പ് അജിസ് റോഡ്സ് ഔട്ട്. വാട്ട് ഷട്ടപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? നൊമിത ഷട്ടപ്പ് എന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അജിത്ത് തിരിച്ചും പറയുക ഷട്ടപ്പ്, നീ മിണ്ടാതിരിക്കുക. ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. വാട്ട് ഐ പ്ലീസ്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. വാട്ട് വിൽ യു ഡു, നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ക്യാൻ യു ഡു എനിത്തിങ്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. ഐ കാണ്ട്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഐ കാണ്ട് ഡു എനിത്തിങ്, എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ആൾമോസ്റ്റ് പാൻറ്റിങ്. നൊമിത അങ്ങനെ ടെൻഷൻ അടിച്ച് പാൻറ്റിങ് മീൻസ് ശ്വാസം മുട്ടിക്കൊണ്ട് പറയുകയാണ്. എനിക്കെന്താ ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നിങ്ങനെ നൊമിത ശ്വാസം മുട്ടിക്കൊണ്ട് സംസാരിക്കുന്നു. നൊമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ്സ് ക്ലിയർലി. യു വാണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്, നിനക്ക് കാണണോ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് നിനക്ക് കാണണോ എന്ന് അജിത്തിനോട് നൊമിത പറയുകയാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഈസ് അസ്റ്റോണിഷിങ്. ഷീ ഗ്രാബ്സ് അജിസ് മാച്ച് ബോക്സ് ദാറ്റ് ഈസ് ലൈൻ നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ ആൻഡ് ഫിഷ് ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്സ് ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹെർ സാരി. അപ്പോൾ അജിത്തിൻ്റെ അവിടെ ഒരു മാച്ച് ബോക്സ് ഉണ്ടായിരുന്നു അജിത്തിൻ്റെ സിഗരറ്റിൻ്റെ അടുത്ത്. അതെടുത്ത് അവളുടെ സാരിയുടെ ഒരു സ്റ്റിക്ക് എടുത്ത് കത്തിച്ച് സാരിയുടെ തുമ്പിൽ വെക്കുകയാണ്. ഇൻസ്റ്റൻ്റ്ലി ഫ്ലെയർ അപ്പ്, അഥവാ ആളി കത്താൻ തുടങ്ങി. ദ വെരി ഫൈൻ ആംഗിൾ ഓഫ് എ വെൽത്തി വൈഫ് സാരി, വളരെ സമ്പന്നയായ ഒരു ഭാര്യയുടെ സാരിൻ്റെ തുമ്പ് കത്താൻ തുടങ്ങി. ദ വെരി നെക്സ്റ്റ് ഇൻസ് അജിത്ത് ഹാവ് യു ഗോട്ട് മാഡ്, നിനക്ക് ഭ്രാന്തായോ ചോദിക്കുകയാണ് അജിത്ത്. ഈ സേസ് ആൻഡ് ജംപ്സ് ടു ഹെർ സൈഡ് ആൻഡ് ഗ്രാബ്സ് ദ ബേണിംഗ് പാച്ച് ആൻഡ് സ്ലാപ്പ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആൻഡ് പുട്ട്സ് ഔട്ട് ദ ഫയർ. അവനവൻ്റെ കൈ കൊണ്ട് ആ തീ കെടുത്തിക്കൊണ്ട് പറയാണ് നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിച്ച് ആ തീനെ കെടുത്തുകയാണ്. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നോ ഹീസ് എ ലിറ്റിൽ അഫ്രൈഡ്. സത്യം പറയുക ഇപ്പം എന്താണ് അജിത്തിന് ഒരു ചെറിയ പേടി വന്നിട്ടുണ്ട്. ഹി ലുക്സ് ഫെയർഫുള്ളി അറ്റ് നൊമിതാസ് ഫേസ്. അവന് വളരെ ഭയത്തോടെ നൊമിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. സീസ് എ ഫയർ ബേണിംഗ് ദർ ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. അപ്പോൾ അവളുടെ മുഖത്ത് ഒരു ബ്രൈറ്റായ ബ്ലേസ് റെഡ് കളറിൽ തീ ആളി കത്തുന്ന പോലെയുള്ള ഒരു മുഖഭാവമാണ് അവന് കാണാൻ കഴിയുന്നത്. ഹി ഡസ് നോട്ട് ഹാവ് ടു ദ കറേജ് ടു പുട്ട് ഔട്ട് ദ ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. അപ്പോൾ അവളുടെ മുഖത്തുള്ള ആ ദേഷ്യത്തെ കെടുത്താൻ അവൻ്റെ കൈ ഉപയോഗിച്ച് അവൻ്റെ കൈ ഇങ്ങനെ തട്ടുന്നതുകൊണ്ട് അവനക്ക് അങ്ങനെ സാധിച്ചില്ല. സോ ഹി ട്രൈസ് ടു pour വാട്ടർ ഓൺ ഇറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ്, വെള്ളം ഒഴിക്കാൻ തുടങ്ങി. അവൻ്റെ കൈ അടിച്ചുകൊണ്ട് ആ സാരിത്തൊമ്പത്തുള്ള തീ കെടുന്നില്ല. അപ്പോൾ അവൻ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചു. ഈ അറ്റംപ്റ്റ് ടു സ്പീക്ക് നോർമലി. അവന് സൗമ്യമായി സംസാരിക്കുകയാണ്. യു ലോസ് ആൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് അംഗ്രി ഡോണ്ട് യു. നീ ദേഷ്യപ്പെടുമ്പോൾ നിനക്കില്ല എല്ലാ കോമൺ സെൻസും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഡോണ്ട് യു എ വുമൺ ആൻഡ് സച്ച് എ ആങ്കർ. ഒരു സ്ത്രീക്ക് ഇത്രയും ദേഷ്യമോ? Who knows what Nomida would have said next, but right then her niece Rini stepped into the room. ആർക്കറിയാം നൊമിത എന്താണ് അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷേ ആ ടൈമിൽ എന്ത് വന്നു, അവരുടെ നീസായ റിനി സ്റ്റെപ്പ് ഇൻ ടു ദ റൂം. ആ റൂമിൻ്റെ അടുത്തേക്ക് നീസ് വന്നു. നീസ് എന്താ പറയുന്നത്? നീസ് മീൻസ് അനന്തരവളായ റിനി വന്നു. റിനി കുരിമ, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗീവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. അപ്പോൾ വാഷർമാൻ അവിടെ തുണികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്കത് കൊടുക്കാൻ ഉദ്ദേശം നിങ്ങൾ അവരോട് അത് ഇൻഫോം ചെയ്യുകയെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ്. കുരിമ മീൻസ് ഫാദേഴ്സ് യങ് ബ്രദേഴ്സ് വൈഫ്. ഫാദറിൻ്റെ യങ്ങർ ബ്രദറിൻ്റെ വൈഫിനെയാണ് കുരിമ എന്ന് പറയുന്നത്. ഫോർ എ സെക്കൻഡ് ഓർ ടു നൊമിത ഈസ് സ്റ്റിൽ പെർഹാപ്സ് റീകാൾ ദ വാഷർമാൻസ് ഫേസ്. അപ്പോൾ 1-2 സെക്കൻഡ് ശേഷം നൊമിത വാഷർമാൻ്റെ ഫേസ് ഇങ്ങനെ ആലോചിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ഹർ
ഫോർ ഹെർ ഡൗൺ സ്റ്റേഴ്സ്. ആ വാച്ച്മാൻ അവളുടെ ഈ തുണിയും കാത്ത് താഴത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ദെൻ ഷീ പിക്ക് അപ്പ് ദ ഡേർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട് സ്റ്റോറിംഗ് ദം. ഷീ സേസ് ഇൻ എ കാം ടോൺ, ഗോ ടെൽ ഹിം ഐ ആം കമ്മിങ്, ഐ ആം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്. അപ്പം നൊമിത ആ ഡേർട്ടി ആയ ക്ലോത്ത്സ് അലക്കാനുള്ള തുണികൾ പെറുക്കിക്കൊണ്ടിരുന്നിട്ട് റിനിയോട് പറയുകയാണ്, അയാളോട് ഞാൻ തുണികളെടുത്ത് ഇപ്പോൾ വരാമെന്ന്. നൊമിത സ്പീക്സ് ഹെർ മൈൻഡ് സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ്. നൊമിത അവൾക്ക് എന്താ മനസ്സിൽ തോന്നിയത് അത് ഓപ്പണായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആർക്കും അവളെ ഓപ്പണായി അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ടു ഹെർ ഫേസ് ദേ ഓൺലി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. എല്ലാവർക്കും അവളെ ഷാർപ്പായ വേർഡ്സ് കൊണ്ട് നോയിക്കാനേ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് സിസ്റ്റർ ലോ ഇസ് ആൾമോസ്റ്റ് എക്സ്റ്റോഡ് വിത്ത് വർക്ക് ഹിസ് മോർണിംഗ് ആൻഡ് സീയിങ് ഹെർ. അവളുടെ രണ്ടാമത്തെ സിസ്റ്ററിലോ എന്താണ് വളരെ ക്ഷീണിതയാണ്, രാവിലത്തെ ജോലികളെല്ലാം തീർത്ത് ക്ഷീണിതയാണ്. അപ്പോൾ നൊമിതയെ കണ്ടപ്പോൾ അവർ പറയാണ്, ഷീ പുട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ ഓൺ ഹെർ സ്വീറ്റ് സ്ട്രിക്ഡ് ഫേസ് ആൻഡ് സേസ്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നൊമിതയോട് പറയുകയാണ്, വെൽ ദാറ്റ് ഈസ് സംതിങ് അറ്റ്ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ്. ഓ അപ്പോൾ നീ ഇനി മുകളിൽ നിന്ന് താഴെ വരാൻ തീരുമാനിച്ചല്ലോ എന്ന് പറഞ്ഞ് അവളങ്ങനെ കളിയാക്കി കൊണ്ട് ചിരിച്ച് പറയുകയാണ്. ബാബാ ദർ ഇസ് നോ ഗുഡ് ഓർ ബാഡ് ടൈം ഫോർ യു. യു ഫൈൻഡ് ദ സ്മാളസ്റ്റ് ടെക്സ് യു ടു ഗോ ടു റൂം ആൻഡ് ഗെറ്റ് കോസി വിത്ത് യുവർ ഹസ്ബൻഡ്. ഡസ് ദ ലവ് ടാക്ക് നെവർ ഗെറ്റ് ഓൾഡ്. അവരുടെ സിസ്റ്ററിലോ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ പോലും നീ നിൻ്റെ റൂമിൽ പോയി നിൻ്റെ ഭർത്താവുമായി ലവ് ടാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലവ് ടാക്കിന് എന്താ വയസ്സൊന്നും ആവില്ലേ, പഴകില്ലേ എന്നൊക്കെ ചോദിച്ച് അവളെ കളിയാക്കുകയാണ്. നൊമിതാസ് ലുക്സ് അറൗണ്ട് വാണ്ട്സ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നൊമിത ചുറ്റും നോക്കിയാണ് അവിടുത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സീസ് ദ ഹറി ബറി ഓഫ് ദ മോർണിംഗ്. രാവിലത്തെ ഉള്ള ആ തിക്കും തിരക്കും അവൾ കാണുകയാണ്. സീസ് ദ ഫോറസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓൺ എയ്തർ സൈഡ്. എല്ലായിടത്തും വളരെയധികം ആളുകളുണ്ട്. ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ, സോ ഷീ ടു സ്മൈൽസ് എ സ്മാൾ സ്മൈൽ ആൻഡ് സേ ഇൻ എ എക്സ്ട്രീം സോഫ്റ്റ് വോയിസ്. അവളും തിരിച്ച് അവിടെ സെക്കൻഡ് സിസ്റ്ററിനോട് ചിരിച്ചുകൊണ്ട് റിപ്ലൈ പറയുകയാണ്, ഓ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്, നത്തിങ് ലൈക്ക് ദാറ്റ്. ഇത് അതുപോലെ ഒന്നുമല്ല. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം. നിങ്ങൾ വന്ന് ഒളിഞ്ഞു നോക്കിക്കോളൂ. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്. ഡു യു നോ. ഞങ്ങളെപ്പോഴും ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്, അല്ല ലോ ടോക്ക് ഒന്നുമല്ല, സ്നേഹത്തോടുള്ള സംഭാഷണമൊന്നുമല്ല. ഡു യു നോ, നിങ്ങൾക്കറിയാമോ എന്ന് നൊമിത തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ മെജോ വൈഫ് പറയാണ്. മെജോ വൈഫ് പറഞ്ഞാൽ സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫാണ് മെജോ വൈഫ്. ലോ ഹൂ ഹോ ആൻഡ് സേ സ്റ്റോപ്പ് ഇറ്റ്. നോ വൈഫ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദർ വൈഫിനെയാണ് നോ വൈഫ് എന്ന് പറയുന്നത്. അവർ പറയാണ്, ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പിയേഴ്സ് സ്പൈനാച്ച്. വി ഹാവ് നോട്ട് ബീൻ റേസ്ഡ് ഓൺ ഡോങ്കീസ് ഗ്രാസ്. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ. ഞങ്ങൾക്ക് അത്ര തരം താഴ്ന്ന ഒരാളുകളൊന്നുമല്ല ഞങ്ങൾ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി. വാട്ട് യു ആർ ഷോയിങ് അസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours എ ഡേ. 24 മണിക്കൂർ നീ ഞങ്ങളുടെ കണ്ണിന് മുന്നിൽ എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്കത് ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാൻ. നൊമിത ലോഫ് എ ലോഫ് ദാറ്റ് ക്യാൻ ബ്രിങ് എൻ അട്രാക്റ്റീവ് ഫ്ലഷ് വൈറ്റ് ഫേസ്. അവൾ തിരിച്ച് ചിരിക്കുകയാണ്. അവളുടെ ഒരു അട്രാക്റ്റീവ് ഫ്ലഷ് ഉണ്ടാവുകയാണ്. അപ്പോൾ അവളുടെ മുഖത്ത് അവൾ വളരെ വൈറ്റായ വെളുത്തൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവളുടെ മുഖത്ത് അതൊരു നൊമിത ലോഫ് എ ലോഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. നൊമിത ചിരിച്ചു. അപ്പോൾ അവളുടെ മുഖത്തൊരു അട്രാക്റ്റീവ് വളരെ ആകർഷണീയമായൊരു ഫ്ലഷ് ഒരു തുടിപ്പുണ്ടായി. ആഫ്റ്റർ ലോഫിങ് ദാറ്റ് ലോഫ് ഷീ സേസ് ഗോ ഓൺ യു സേസ് ദ നോട്ടിയസ്റ്റ് തിങ്സ്. നിങ്ങൾ നോട്ടിയായ കാര്യങ്ങളാണ് പറയാണ്. ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്. ബിസി ആയിട്ടുള്ള ബോറോ വൈഫ് എൽഡസ്റ്റ് ബ്രദറിൻ്റെ വൈഫിനെയാണ് ബോറോ വൈഫ് എന്ന് പറയുക. ബിസിയായ ബോറോ വൈഫ് ഓടി വന്ന് പറയാം, ഹാവ് യു ചോപ്ഡ് ദ വെജിറ്റബിൾസ് സെറ്റ്. നിങ്ങൾ ഇപ്പോഴും പച്ചക്കറി അരിഞ്ഞില്ലേ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിങ് സ്റ്റോറീസ്. നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ? ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ് നോ വൈഫ്, ഹൗ ഡു യു ബേൺ യുവർ ആങ്കിൾ ദാറ്റ് വേ. അപ്പോൾ നൊമിതയോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ സാരിത്തുമ്പ് കരിഞ്ഞു പോയത്, എന്താണ് അൺലക്കിയായ കാര്യം എന്നൊക്കെ ചോദിച്ച് അവളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. നൊമിത ടു സ്റ്റാർട്ട് ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്. ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് ഷീ ഫോൾഡ് ദ ആങ്കിൾ ബാക്ക് ക്വിക്ലി ആൻഡ് സേസ് ലോഫിങ്. അവൾ പെട്ടെന്ന് അവളുടെ സാരിത്തുമ്പ് പുറകിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ഡോണ്ട് റിമൈൻഡ് മീ. ഇത് എന്നെ നീ ഓർമ്മിപ്പിക്കരുത്. ഇറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ് മീ അബൌട്ട്. ഐ ഡോണ്ട് ലിസൺ ആൻഡ് സീ വാട്ട് ഹാപ്പൻ. നിങ്ങളെപ്പോഴും എന്നോട് വാർണിംഗ് ചെയ്യുന്ന കാര്യമാണിത്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ നോക്കിയേ പറയാണ്. ഐ ഡിഡിൻ ലിസൺ. ഞാനത് ശ്രദ്ധിക്കാറേയില്ല. ആൻഡ് സീ വാട്ട് ഹാപ്പൻ. നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്. ഐ യൂസ്ഡ് മൈ ആങ്കിൾ ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദ സ്റ്റവ് ആൻഡ് ദാറ്റ് ഡിഡ് ഇറ്റ്. അപ്പോൾ നൊമിത കള്ളം പറയുകയാണ്. എന്താണ്, അവൾ ചൂടുള്ള പോട്ട് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചപ്പോഴാണ് അവളുടെ സാരിത്തുമ്പ് കരിഞ്ഞത് എന്ന് കള്ളം പറയുകയാണ്. നൊമിത പൂൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടാറ്റോസ് ടുവേർഡ്സ് ഹെർസെൽഫ് ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ പൊട്ടാറ്റോസ്. നൊമിത പൊട്ടാറ്റോൻ്റെ ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലി കളയാൻ തുടങ്ങി. ആൻഡ് ഇൻ ഹെർ മൈൻഡ് ഷീ കീപ്സ് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ
സീക്രട്ടിൽ സെൻഡ് ഹർ മദേഴ്സ് എ ഫ്യൂ റുപ്പീസ്. അവൾ അവളുടെ മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് കുറച്ച് പൈസ സെൻഡ് ചെയ്യാൻ സാധിക്കുക എന്ന്. ഷീ കാൺ റിയലി റൈറ്റ് ടു ഹർ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അമ്മയോട് അങ്ങനെ എഴുതി അറിയിക്കാൻ കഴിയില്ല. ഐ കാൺ ഡു എനിമോർ, ഐ ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അമ്മയോട് അവൾക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല, എനിക്ക് എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് അമ്മയോട് പറയാൻ അവൾക്ക് കഴിയില്ല. ഓവർ ദർ ദ എൻ്റർ വില്ലേജ് നോ നോമിത ഈസ് എ ക്വീൻ. എല്ലാ വില്ലേജിലുള്ള എല്ലാവർക്കും അറിയാം നോമിത ഒരു രാജകുമാരിയും. നോമിതാസ് ഹസ്ബൻഡ് ഈസ് ഹൈ മൈൻഡഡ് ആൻഡ് ലാർജ് ഹേർട്ടഡ്. നല്ല മനസ്സുള്ളതും നല്ല ഹൃദയവിശാലതയുള്ള ഹസ്ബൻഡാണ് നോമിതയുടെ ഹസ്ബൻഡ് എന്നും ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് ദ പ്രിസൈസ്ലി വൈ ഐ കമ്പയർ വുമൺ ടു മാച്ച് ബോക്സസ്. അപ്പോൾ ആശപൂർണ ദേവി എന്താണ് പറയുന്നത്, ഇതുകൊണ്ടാണ് പ്രിസൈസ്ലി ഞാൻ വളരെ കൃത്യമായി സ്ത്രീകളെ എന്തുമായി കമ്പയർ ചെയ്യുന്നത്, മാച്ച് ബോക്സുമായി തീപ്പെട്ടിയുമായി കമ്പയർ ചെയ്യുന്നത്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റാങ്ങിങ് ഫയർസ്. അവർക്ക് എന്തിനുള്ള കറേജ് ഉണ്ട്, സെറ്റ് ഓഫ് മെനി റാങ്ങിങ് ഫയർസ്. അവർക്ക് എത്രയോ ആളുകൾ നശിപ്പിക്കാനുള്ള ഫയർ തീ അവരിൽ തന്നെ ഉണ്ട്. ദേ നെവർ ഫ്ലെയർ അപ്പ് ആൻഡ് ബേൺ എവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡൻസ് ദെയർ ലാർജ് ഹേർട്ടനസ്. പക്ഷെ അവരെന്താണ്, അവരുടെ ആ മുഖം മൂടി അവരുടെ ഭർത്താക്കന്മാരുടെ വലിച്ചു കീറുകയില്ല സ്ത്രീകൾ. അവർ എപ്പോഴും അവരുടെ മെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് മെൻസിനും അറിയാം. ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ ദർ എനിവെയർ. അപ്പോൾ അതുകൊണ്ടാണ് അവരൊരു ഫിയറും കൂടാതെ അതിനെ ഈ മാച്ച് ബോക്സിനെ കിച്ചണിലും ബെഡ്റൂമിലും അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തൊക്കെ കെയർലെസ് ആയി ചിതറി ഇട്ടിട്ടുള്ളത്. ക്വൈറ്റ് വിത്തൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്. അപ്പോൾ ഈ മാച്ച് ബോക്സിന് ഒരു ഫിയറും കൂടാതെ അവരെവിടെ ഇവൻ ദെയർ പോക്കറ്റ്സ് കീപ്പ് ഇറ്റ് ഇൻ ദെയർ പോക്കറ്റ്സ്. അപ്പോൾ ഒരു ഫിയറും കൂടാതെ മാച്ച് ബോക്സിനെ അവരുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലും അവരത് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ആശപൂർണ ദേവി എന്താണ് പറയുന്നത്, മാച്ച് ബോക്സും വുമണും സിമിലർ ആണ്. മെൻസ് അവർ ബെഡ്റൂമിലും പാൻട്രിയിലും കിച്ചണിലും ഒക്കെ കെയർലെസ് ആയി ഈവൻ ദെയർ പോക്കറ്റ്സ് കീശയിൽ പോലും ഒരു ഫിയറും കൂടാതെ മാച്ച് ബോക്സിനെ വെക്കുന്നു എന്നാണ് ആശപൂർണ ദേവി പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വേൾഡ് വിങ്സ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.